എനിക്ക് പറ്റിയ ജോലി എവിടെയെങ്കിലും ആക്കി തരാൻ പറ്റുമോ? അഷറഫേ, ആൾക്ക് എന്ത് പണിയാ ഇപ്പൊ കൊടുക്കുക? ആൾക്ക് എന്ത് പണിയാ ചെയ്യാൻ പറ്റുക? എന്നായിക്കോട്ടെ, ശരി. അഷറഫിന് ബുദ്ധിമുട്ടായി അല്ലേ? 3-4 ഇടങ്ങളെ ഇങ്ങനെ നടക്കണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് ആരും ജോലി കൊടുക്കണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവേ നാരായണ നാരായണ അങ്ങനെയാണെങ്കിൽ അഷറഫേ ആളെ വിളിച്ചു. നാരായണ വരി. നാരായണേട്ടാ, നമുക്കൊരു സെക്യൂരിറ്റിക്കാരനെ വേണം. നാരായണേട്ടാ ഓക്കെ അല്ലേ? പറയാൻ മാത്രം പണികളൊന്നുമില്ല. വണ്ടികളൊക്കെ ഒന്ന് വരുമ്പോൾ സൈഡൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നീ ഇങ്ങനെ അല്ലറ ചില്ലറ അത്രേ ഉള്ളൂ. എന്നാ നാളെ പോന്നോട്ടെ. വലിയ സന്തോഷം. സലീംക്ക, നാളെ ഞാൻ തിരിച്ചു പോകും. ഓക്കെ ഞാൻ പറഞ്ഞു വരും. നാരായണ അഷറു വന്നു പറഞ്ഞു. ഇറങ്ങാൻ നേരം കിട്ടില്ലേ? എന്തൊക്കെയുണ്ട്, സുഖമാണോ? സുഖം, നല്ല ആൾക്കാരാട്ടാ. ഒരു കുഴപ്പമില്ല, നല്ല സുഖം. 5 മണിയാകുമ്പോൾ ഞാൻ ഒഴിവാവും. നമുക്ക് ചായ കുടിച്ചാലോ? ചായ മാത്രം പോരാ, സലീംക്ക ഉണ്ടടെ? സലീംക്കാറുണ്ട്. സലീം ഭായ്, അഷറഫ് അഷറഫ്. സലീംക്ക, സഹായമായിട്ട് പൈസ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാ ആള് വാങ്ങിക്കില്ല. ആളെ അഭിമാനിയാണല്ലേ? പിന്നെ ആളെ ആരും ജോലിക്ക് എടുക്കൊന്നുമില്ല. അതുകൊണ്ട് സലീംക്ക 10,000 രൂപ വെച്ച് 3 മാസത്തെ പൈസ ഉണ്ട്. ഇത് നിങ്ങൾ മൂപ്പർക്ക് ശമ്പളമായിട്ട് കൊടുക്കുക. ബാക്കി ഞാൻ പോയി വന്നിട്ട് ശരിയാക്കട്ടാ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഓണത്തിന്റെ തിരക്കാവൂലേ? ആ, ഓണത്തിന്റെ തിരക്കിലാ. എപ്പോഴെത്തി? ഞാൻ അതപ്പോ ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഏതപ്പോ പുതിയ കളക്ഷൻ? ഒരുപാട് വന്നിട്ടുണ്ട്. ആ കുട്ടി, ആ കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ നമ്മുടെ ഓണത്തിന്റെ ടോപ്പുകൾ ഇതെല്ലാം നമ്മുടെ ഓണത്തിന്റെ പുതിയ കളക്ഷൻ ആണ്. ഇതൊക്കെ അഷറഫേ, നാരായണ ഒരു രക്ഷയില്ല കേട്ടോ. സലീംക്ക, 3 മാസത്തേക്കുള്ള പൈസ കൂടി ഞാൻ എടുത്തിട്ടുണ്ടേ. നീ ആ കാശാടെ വെക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ ജോലിക്ക് നിർത്തിയെങ്കിലല്ലേ അഷറഫേ അവര് പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. എന്റെ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഞാനല്ലേ ശമ്പളം കൊടുക്കേണ്ടത്. അഷറഫേ, നീ തന്ന കാശാണിത്. ഇതവിടെ ഇരിക്കട്ടെ. അത് വേണ്ടക്ക, ഇത് നിങ്ങളോട് വെക്കി. ഞാൻ അത് മൂപ്പരക്കായിട്ട് വെച്ച പൈസയാണ്. ഈ ഓണം വിഷൊക്കെ വരുമ്പോൾ ബോണസായി കൊടുക്കി. അഷറഫിനെ കടിക്കാൻ വേണ്ടേ?